അലക്സ്, അദ്ദേഹം ലുധിയാനയിലാണ് ഉള്ളത്. ശ്രീ അലക്സ്, ലുധിയാനയിലെ സാഹചര്യം എങ്ങനെയാണ്? ലുധിയാനയിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ നിയന്ത്രണ വിധേയം തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ നഗരം കൃത്യമായും ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇന്നലെ ഒരു ആക്രമണം സിറ്റിക്ക് നേരെ ഉണ്ടായ പട്ടണത്തിന് നേരെ ഉണ്ടായ ആക്രമണം തടഞ്ഞിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷെ അതേപറ്റി ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷൻ ഉണ്ടായിട്ടില്ല. തൊട്ടടുത്ത ജലന്ധർ വരെ ഉള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് വ്യക്തമായ അറിവുണ്ട്. പക്ഷെ എന്തായാലും ലുധിയാന പോലുള്ള വ്യവസായ നഗരമൊക്കെ പാകിസ്ഥാന്റെ തന്നെ ടാർഗറ്റിൽ പെട്ടതാണെന്നാണ് കരുതുന്നത്. എന്തായാലും ഇവിടെ നമ്മുടെ മലയാളികളായിട്ടുള്ള കുട്ടികളെയൊക്കെ ഞങ്ങൾ ഒഴിപ്പിക്കുകയാണ്. ഇപ്പം ഡൽഹിയിലൊക്കെ ഞങ്ങൾ ചെറിയ വണ്ടികൾ, ടെമ്പോ ട്രാവലർ പോലുള്ള വണ്ടികൾ, അതുപോലെ ബസ്സുകളൊക്കെ ബുക്ക് ചെയ്തിട്ട് കുട്ടികളെ ഞങ്ങൾ ഇവിടെ നിന്ന് ഫഗ്വാഡ അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ലുധിയാന എന്നൊക്കെ നാട്ടിലേക്ക് വരാനായിട്ട് ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുള്ള നേതൃത്വം കൊടുക്കുന്നുണ്ട്. മലയാളി അസോസിയേഷൻ ഒക്കെ ഉണ്ടാകുമല്ലോ, മലയാളികളെല്ലാം ചേർന്ന് അങ്ങനെയുള്ള മലയാളി അസോസിയേഷന്റെ പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ മറ്റ് നമ്മളല്ലാതുള്ള ഗവൺമെന്റിന്റെ ഓഫീസേഴ്സിന്റെ സഹായങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ സഹായമൊക്കെ എടുത്തിട്ടുണ്ട്. അത് 4000-ഓളം കുട്ടികളുണ്ട് നിലവില്. ഇപ്പം എന്റെ കണക്ക് പ്രകാരം ഇന്നൊരു 600-700 പേരോളം നമ്മൾ ഇവിടുന്ന് അയച്ചിട്ടുണ്ട് ഡൽഹിയിലേക്ക് പല സംഘങ്ങളായിട്ട്. അവിടെ നിന്ന് നമ്മൾ നോർക്കയുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം അവര് കേന്ദ്രമന്ത്രിമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒന്നിൽ അഡീഷണൽ കോച്ചുകൾ പോലുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഒരുക്കാമോ എന്നുള്ള ഒരു ചോദ്യം അവരോട് അത് അഭ്യർത്ഥന നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേപ്പറ്റി ഇതുവരെ ആധികാരികമായിട്ടുള്ള മറുപടിയൊന്നും കിട്ടിയിട്ടില്ല. നാളെയും ഇന്ന് രാത്രിയിലൊക്കെ പോകുന്ന ട്രെയിനുകളിൽ അഡീഷണൽ കോച്ചുകൾ ഘടിപ്പിച്ചിട്ട് പഞ്ചാബിൽ നിന്നുള്ള കുട്ടികളുടെ ID കാർഡുള്ള കുട്ടികൾക്ക് കയറി പോകാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് മലയാളി വിദ്യാർത്ഥികളെ ഡൽഹിയിലേക്കോ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കോ നാട്ടിലേക്കോ ഒക്കെ മാറ്റാനുള്ള അറേഞ്ച്മെന്റ് ഉണ്ടായതായി പറയാണ്.